സ്വാഭാവികമായിട്ടും അതിനെ പിടിച്ചു താഴ്ത്തിയതാണോ, അവരെ രഹസ്യങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ അതിനെ കൊന്നതാണോ, ഒന്നും അറിയില്ല. പോയപ്പോൾ 3 പേരും പോയി. സ്വന്തം വസ്തുവും വീടും വെറ്റിപ്പെറുക്കി ഫേസ്ബുക്ക് ഫ്രണ്ടിനൊപ്പം താമസിക്കാൻ പോയ പോത്തൻകോട് സ്വദേശികളായ ദമ്പതികളുടെ മക്കൾക്ക് ഉണ്ടായ അവസ്ഥയെന്ത്? അവർക്ക് എന്താണ് സംഭവിച്ചത്? കൊണ്ടുപോയ പണം എന്തു ചെയ്തു? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ഒരു കുടുംബം. അവരിപ്പോൾ 2 മാസത്തോളാവും ഈ ബസ് വിട്ടോണ്ട് പോയിട്ട്. അതിനിടയിൽ അവർക്ക് സാധനങ്ങൾ പറക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവളെ പറ്റി ഒരു വിവരവും ഇല്ല. അവര് എറണാകുളം, ആദ്യം പറഞ്ഞ എറണാകുളത്ത് മറ്റേ സജീനാരെ വീട്ടിൽ കൂടെയാണെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ എന്തോ ഒരു പ്രശ്നം നടന്നതിന് ശേഷമാണ് അവർ അങ്ങ് വാടക വീട്ടിൽ 2 ആഴ്ചയായിട്ടുള്ള അവിടെ പോയി താമസിച്ചിട്ട്. മീൻ കച്ചവടക്കാരനായ ഷബീർ തീരുമാനിച്ചതിന് പ്രകാരം ഭാര്യ സുമയ്യ തൻ്റെ കുടുംബോഹരിയായ വസ്തുവും വീടും വിറ്റ് ഭർത്താവിൻ്റെ കയ്യിൽ പണം കൊടുത്തു. 2 ആൺമക്കളെയും കൊണ്ടവർ പോയത് സോഷ്യൽ മീഡിയ വഴി ഷബീർ പരിചയപ്പെട്ട കൊല്ലം മുട്ടക്കാവിൽ താമസക്കാരിയായ സജീന എന്ന യുവതിയുടെ അടുത്തേക്ക്. സജീന ഇവരുടെ സുഹൃത്താണോ? ഇവരിപ്പോ ഇടക്കാലങ്ങളിൽ ബന്ധുക്കളായതാണ്. ഫോൺ വഴിയുള്ള ബന്ധം, പണം കിട്ടിയതിന് ശേഷമുള്ള ബന്ധങ്ങളാണ്. എന്തൊക്കെയോ ബിസിനസ് ചെയ്യാൻ ഷബീറും ഫേസ്ബുക്ക് യുവതിയും തീരുമാനിക്കുന്നു. അവരുടെ തീരുമാനത്തിനൊപ്പം നിൽക്കാനേ ഒരുപക്ഷെ ഭാര്യ സുമയ്യയ്ക്കും കഴിഞ്ഞിരുന്നുള്ളൂ. ഈ വസ്തു വിൽക്കാനുള്ള കാര്യം എന്താ മരുമോൻ? വസ്തു വിൽക്കാൻ കടങ്ങളുണ്ടെന്ന് 6 ലക്ഷം രൂപ കടമുണ്ട്. ഇവിടെ താമസം ഉമ്മയ്ക്കറിയാത്ത കടങ്ങളുണ്ടോ? നമുക്കറിയാത്ത കടമുണ്ടെന്ന് നമുക്കങ്ങനെ അറിയാം. അവർക്ക് കൊണ്ടാട്ടിയും മാപ്പിളക്കല്ലേ അറിയാവുള്ളൂ. അവൾ ആര് പറഞ്ഞാലും അവനേന്ന് പറഞ്ഞോളൂ കിടക്കിലും. ഷബീറിന് എന്തായിരുന്നു ജോലി? എന്തുവായിരുന്നു? അവന് മീൻ കച്ചവടമായിരുന്നു. എങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുമോ അതോ വണ്ടിയിലോ? കൊത്തപ്പണിക്ക് പോകുമായിരുന്നു. സ്വർണ്ണമൊക്കെ 8 പവൻ്റെ സ്വർണവും 1 ലക്ഷം രൂപയും 6 സെന്റ് വസ്തു വീടോടുകൂടി ഞങ്ങൾ കൊടുത്തതാണ്, കിടക്കാടം കൊടുത്തതാണ്. അല്ല 6-8 പവൻ്റെ ഉരുപ്പെടുത്തിയിരുന്നു. കെട്ടുതാലി വിറ്റു. ഈ 10 നിറച്ചും തടികളായിരുന്നു, അതിനെ മുറിച്ച് വിറ്റു. അവസാനം വന്ന് കയറി അന്ന് തൊട്ടി കിടക്കാടം വിട്ടിരുന്നത് ഒരാഗ്രഹം മാത്രമേ അവരുണ്ടായിരുന്നുള്ളൂ. കിടക്കാടം വിറ്റ് പിള്ളേരും തള്ളിയും കൊണ്ട് അവന് പോകണം. ഞങ്ങളെ പോകണം. അങ്ങനെ പോയതാണ് കൊല്ലത്ത്. അത് പരിചയപ്പെട്ട ഫോൺ വഴി പരിചയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ അടുത്ത് പോയി. വസ്തു വിറ്റ പൈസ എന്ത് ചെയ്യുന്ന അറിയുന്നത്? വസ്തു വിറ്റ പൈസ കൊണ്ട് ദൂരത്തടിച്ച് ചിലവാക്കി. കടൽ ഓടിച്ചു പോലും കയറി ഇറങ്ങി, കടം കൊണ്ട് കറങ്ങി. അങ്ങനെ 1.5 ലക്ഷം രൂപ ഫർണിച്ചറിട്ട് അഡ്വാൻസ് കൊടുത്ത്. ഇപ്പൊ എല്ലാം അവളെ പേർക്കാണ്, എൻ്റെ മോളെ പേർക്ക് ഒരു പോലും ഇല്ല. ഈ അഡ്വാൻസ് മേടിച്ച പൈസ അങ്ങോട്ട് മാറ്റി കൊടുത്തു. പറഞ്ഞില്ലേ ആദ്യം 5 ലക്ഷം രൂപ എങ്ങാണ്ട് ആദ്യം കൊടുത്തത് തീർന്നതിന് ശേഷമാണ് ഒരു പൈസ ഇല്ലാതെ നമ്മുടെ ഇങ്ങനെ നിരന്തരം പിടിച്ച് ശല്യപ്പെടുത്തിയ ശേഷമാണ് ഇങ്ങനെ ബാക്കി പൈസയോടെ കൈമാറാനും പറഞ്ഞു വിളിച്ചതും പോത്തങ്ങോട്ടൊന്ന് ബാങ്കിൽ ഒരു പൈസ എടുത്തുകൊണ്ട് പോയത്. സജീനയുടെ വീടിനോടടുത്ത് വാടക വീടെടുത്ത് ഒരാഴ്ച ആകുമ്പോഴാണ് അത് സംഭവിച്ചത്. ഒരു സന്ധ്യസമയത്ത് വീടിനടുത്തുള്ള വെള്ളക്കെട്ടിൽ കുളിക്കാൻ പോയ മൂവർക്കൊപ്പം ഷബീറിൻ്റെ മക്കളും ഉണ്ടായിരുന്നു. കുളിക്കിടയിൽ സംഭവിച്ചതെന്തെന്ന് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു. എന്തായാലും ദമ്പതികളും സുഹൃത്തായ സ്ത്രീയും വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു. അപ്പോൾ ആദ്യം സജീന ഇറങ്ങിയപ്പം ബക്കറ്റ് കുളിക്കണ കപ്പ് അങ്ങ് നീങ്ങി പോയെന്ന്. അപ്പം ഇവൻ തങ്ങ് താങ്ങാന്ന് പോണതുകൊണ്ട് അവളെ പിടിക്കാൻ ഇറങ്ങി ഇവിടെ വാപ്പ. അപ്പം എന്നെ രക്ഷിക്കാൻ വേണ്ടി കിടന്ന് വിളിച്ചപ്പം എവള് സ്വാഭാവികമായും അവരുടെ കൈ പിടിച്ചിട്ടുണ്ടാവുമായിരിക്കാം. അതാണ് എൻ്റെ ഉദ്ദേശം. കാരണം സ്ഥലത്ത് ആരും ഒരു മനുഷ്യരില്ലായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. കാരണം അയൽവക്കക്കാരായിട്ട് ഒരു സഹകരണവും ഇല്ല. പക്ഷെ അവർ കൊച്ചുങ്ങളെ വിളി കേട്ടുകൊണ്ടാണ് അവരെല്ലാവരും ഓടിക്കൂടി എടുത്തപ്പോൾ 2 എണ്ണത്തിനും ജീവനുണ്ടായിരുന്നു. പിന്നെ സജീനാര് ഇടയെടുക്കാൻ ഒരുപാട് പാടുപെട്ടു. കാരണം ചെളിയിലങ്ങ് ഊന്തിപ്പോയി. കവി വഴിക്ക് വെച്ച് അവൻ്റെ വാപ്പാരുടെ ജീവൻ പോയി. വണ്ടി വെള്ളമൊന്നും ഇല്ലാതെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തിയാണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തന്നെ. സുമയ്യയും ഷബീറും ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്ക് അതിനുശേഷമാണ് ഈ കൂട്ടുകാരിയായ അവരുടെ സേനയൊക്കെ വന്നാണ് എവിടെ ജഡം എടുക്കേണ്ടി വന്നത്. കാരണം തൊളിയിലങ്ങ് പൂന്തിപ്പോയി. സ്ഥിരമായിട്ട് ആ സ്ത്രീ അവിടെ കുളിക്കാൻ പോകുന്നതാണെന്നല്ല പറഞ്ഞു കേട്ടത്. അവിടെ തന്നെ അവർ കുളിക്കണത്. കാരണം കിണറ്റിൽ വെള്ളം ഇല്ലല്ലോ. ഒരു 2 ആഴ്ച ആയെങ്കിലും അവർ സ്ഥിരമായിട്ട് കുളിക്കണതും കഴിവണതും എല്ലാം അവിടെ തന്നെയാണ്. അല്ല വേറെ കുളിക്കടവില്ല. ആ കുളിക്കടവ് അങ്ങ് എന്നിട്ട് ഇവരെല്ലാവരും പറഞ്ഞു അവിടെ പോവല് ഭയങ്കര കുഴിയാണ്, അവിടെ താന്ന് പോകുമെന്ന്.
പറഞ്ഞു. എന്നിട്ട് അവരാരും കേട്ടില്ല. സംഭവിച്ചത് എന്തെന്നറിയാതെ ഷബീറിന്റെ 2 കുരുന്നുകൾ ഇന്ന് അനാഥരായ അവസ്ഥയിലാണ്. ബന്ധുക്കൾക്ക് പോലും പരിചയമില്ലാത്ത ഒരു സ്ത്രീയുമായുള്ള ചങ്ങാത്തം 2 മനുഷ്യജീവൻ നഷ്ടപ്പെടാൻ കാരണമായപ്പോൾ തൻ്റെ മകളുടെ 2 കുട്ടികളെയും രോഗാവസ്ഥയിലുള്ള തൻ്റെ 2 ആൺപിള്ളേരെയും ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കേഴുകയാണെന്ന്. ഇത്രയും ബുദ്ധിമുട്ടില് പിന്നെ മകള് നഷ്ടപ്പെടുന്നു, മരുമോ നഷ്ടപ്പെടുന്നു, സാമ്പത്തിക സംവിധാനത്തിൽ ഒന്നും ആയിട്ടില്ല. ഇവര് വീടും വിറ്റ പൈസയായിട്ടാണ് പോയത്. പിള്ളേരെ തുറന്നുള്ള ജീവിതം എങ്ങനെയാണെന്ന് ഉമ്മയ്ക്ക് ഒരെത്തും പിടിയില്ല. അത് ഉമ്മയ്ക്ക് സഹായങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും അല്ലേ ഇതൊക്കെ കണ്ടിട്ട്? ആകെയുള്ള പ്രതീക്ഷകളതാണ് നാട്ടുകാരിലൊക്കെയാണ്. നമ്മള് നിൽക്കുന്നിടത്ത് നമ്മുടെ മക്കള് ഒരിക്കലും എത്തില്ല. നമ്മൾ പറഞ്ഞ പോലെ കേട്ട് പോയിരുന്നെങ്കിൽ ഈ 2 കുട്ടികൾക്ക് ഈ ദുർഗതി ഉണ്ടാകത്തില്ല. മോളൊക്കെ ഒന്ന് പറഞ്ഞാൽ കേട്ടിരുന്നെങ്കിൽ ഇതൊന്നും ആവത്തില്ലായിരുന്നു അല്ലേ? ഒരു ദിവസം മരുമോനെ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവരെ നോക്കിയ അല്ലെങ്കിൽ അവളെ കൊണ്ട് ആ കൊച്ചിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ചാലും മക്കളെ നോക്കാനുള്ളത് കാരണം സംരക്ഷണം ചെയ്യിപ്പിച്ചാലും പിള്ളേർക്ക് തള്ളെ നോക്കാനുള്ള അവരുടെ സംരക്ഷണം തള്ളേന്നുള്ള രീതിക്ക് കിട്ടുമായിരുന്നല്ലോ. അപ്പം നമ്മളെത്രയൊക്കെ നോക്കിയിരുന്നാലും തള്ള നോക്കും പോലെ വരില്ലല്ലോ. തള്ള ശ്രമിക്കും പോലെയും തള്ള സഹിക്കും പോലെയൊക്കെ മറ്റൊരാളെ എത്ര നമ്മൾ നോക്കിയിരുന്നാലും അത്രയ്ക്ക് ഇത്രേ വരുള്ളൂ. അപ്പോൾ തള്ളയ്ക്ക് തള്ള തന്നെയാണ് വേണ്ടത്. അതവർക്ക് ഈ പ്രായത്തിലേ അത് നഷ്ടപ്പെട്ടു പോയി. മരണപ്പെട്ടുപോയ സുമയ്യയുടെ പറക്കമുറ്റാത്ത 2 കുട്ടികൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പഠിക്കണം അവർക്ക്. ആര് പഠിപ്പിക്കും ഇക്കാലത്ത്? പുതിയ പുസ്തകം വാങ്ങിച്ചോ സ്കൂളിൽ പോകാൻ? സ്കൂൾ തുറക്കുമ്പം ഉണ്ടോ? ബാഗോ? ബാഗ് പോയി. യൂണിഫോമോ? അതൊക്കെ വാങ്ങിക്കണ്ടേ നമുക്ക്? അതിനകത്തുണ്ടോ? പഠിക്കാനുള്ള ബുക്കൊക്കെ പിന്നെ അങ്ങ് വീട്ടിലിരിക്കുകയാണോ? പിന്നെ അതൊന്നും വാങ്ങിച്ചില്ലായിരുന്നോ? ഇല്ല. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് ബുക്കൊക്കെ വാങ്ങിക്കണ്ടേ? സ്കൂൾ തുറക്കാറായല്ലോ. വസ്തുവിറ്റ പണം ആരുടെ കയ്യിലാണെന്നറിയില്ലെന്നും മകളുടെയും മരുമകന്റെയും മരണത്തിൽ എന്തെല്ലാമോ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ആ ഉമ്മ തുറന്നു പറയുന്നു. എന്താണ് സംഭവിച്ചെന്നോ എന്താണ് അവിടെ ഉണ്ടായെന്നോ ആരും അന്വേഷിക്കാനോ ആരും കണ്ടെത്തണമെന്നോ ആരും ഇല്ലായിരുന്നു അവിടെ. അതാണ് സത്യം. വെള്ളത്തിൽ പിടിച്ച് താഴ്ത്തിയതാണോ ദുർഗ മരണമെന്ന് പറഞ്ഞാലും അതിൻ്റെ പിന്നിലുണ്ടല്ലോ ഓരോ കാരണങ്ങൾ. സ്വാഭാവികമായിട്ട് അതിനെ പിടിച്ച് താഴ്ത്തിയതാണോ അവരെ രഹസ്യങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ അതിനെ കൊന്നതാണോ ഒന്നും അറിയില്ല. പോയപ്പോൾ 3 പേരും പോയി. ആത്മഹത്യയാണോ കൊലപാതകമാണോ അല്ല സ്വാഭാവിക മരണമാണോ ഒന്നും തീർത്ത് പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ആരും സംഭവ സ്ഥലത്ത് ദൃക്സാക്ഷികൾ പറയാൻ ആരും ഇല്ലായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴല്ലേ 2 പൈതങ്ങൾ പപ്പായും കണ്ടില്ല നമ്മൾ പോയി തിരക്കിയത്. ഈ കുട്ടികളെ വിളി കേട്ടുകൊണ്ടാണ് അതിലൊക്കെ കറക്കുകയും വന്നതും രക്ഷപ്പെടുത്താനൊക്കെ നോക്കിയത്. പക്ഷേ പാതി വഴി എത്തിയില്ല. അവിടെ വണ്ടി വെള്ളമെന്ന സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാനൊന്നും പറ്റിയില്ല. ബാപ്പയുടെ രഹസ്യ കൂട്ടുകെട്ടിൽ ഒറ്റപ്പെട്ടു പോയത് ഫർഹാനും ഇർഫാനുമാണ്. ഈറനണിയുന്ന കണ്ണുകൾ തുടച്ച് 2 കുട്ടികളെയും ചേർത്ത് പിടിച്ച് സുമയ്യയുടെ ഉമ്മ പറയുന്നൊരു വാക്കുണ്ട്: എന്തു വന്നാലും ഇവരെ വളർത്തിയല്ലേ പറ്റൂ.